പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. എൻ്റെ കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവേ, ഓരോ മനുഷ്യരും സാക്ഷ്യം പറയുമ്പോൾ വല്ലാത്ത അഭിഷേകം തോന്നിപ്പോകും. കർത്താവേ, അന്ന് ഡെയിലി ബ്രെഡിൽ പങ്കെടുത്ത് അച്ഛൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ കർത്താവ് എന്നോട് അച്ഛനിലൂടെ സംസാരിച്ചു, ഞാൻ ആ തീരുമാനം എടുത്തു എന്നൊക്കെ പറയുമ്പോൾ ദൈവം എത്രയോ മനുഷ്യരെയാണ് ഈ ഡെയിലി ബ്രെഡിലൂടെ നീ നേരിട്ട് സംവദിച്ചു കൊണ്ടിരിക്കുന്നത്. അതിലെല്ലാം എനിക്ക് നന്ദി പറയുന്നു കർത്താവ്. ജീവിതത്തിന് ഒരു മേൽഗതി ഉണ്ടാകണം, ജീവിതത്തിനൊരു തീരുമാനം എടുക്കാൻ സാധിക്കണം എന്നൊക്കെ സന്നിഗ്ധമായ അവസ്ഥയിൽ വ്യക്തമായൊരു തീരുമാനം എടുക്കാൻ ഇപ്പോൾ കർത്താവിൻ്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കട്ടെ. കർത്താവ്, ജോലിയില്ലാത്തവരെ, വിസ പുതുക്കലിനെ കൊടുത്തിട്ട് കിട്ടാത്തവരെ, നാട് വിട്ടു പോകേണ്ടി വരുമെന്ന് ഓർത്ത് വിഷമിക്കുന്നവരെ, വീട് വിട്ടു പോകേണ്ടി വരുമെന്ന് ഓർത്ത് വേദനിക്കുന്ന വാടകക്കാരും, അതുപോലെ തന്നെ വീടില്ലാത്തവരും, അവരുടെ വിവാഹത്തിന് പിരിഞ്ഞു താമസിക്കുന്നവരും, ഓരോരോ നേട്ടത്തിന് വേണ്ടി ജീവിത പങ്കാളി ഉപേക്ഷിച്ചും മക്കളെയും കൊണ്ട് ഓടിയിരിക്കുന്നവരും അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പല പല കാര്യങ്ങൾ കൊണ്ട് കുടുംബജീവിതം ഛിദ്രമായിരിക്കുന്നവരെ അങ്ങ് ഏറ്റെടുക്കുന്നത് പ്രാർത്ഥിക്കുന്നു. അവർക്കെല്ലാം എല്ലാത്തിനെയും അതിജീവിക്കാനുള്ള കൃപയും എല്ലാത്തിനും അതിജീവിക്കാനുള്ള ആത്മധൈര്യവും നൽകി ആ ശക്തി അവരെ അനുഗ്രഹിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ മാർഗരോഗങ്ങളും തീരാവേദികളും ജീവദുരിതങ്ങളും യേശുക്രിസ്തു നീങ്ങിപ്പോകട്ടെ. ലോർഡ് ഇൻഫ്യൂസ് ഹിസ് സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ്. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇന്ന് ഒരു ചേച്ചി ഒരു സാക്ഷ്യം പറഞ്ഞ, എൻ്റെ മകൻ അവൻ്റെ ഉദ്യോഗമാണ്, ലോകത്ത് 4ാമത്തെ റാങ്കാണ് ആ വിഷയത്തിന്. അപ്പം എന്നിട്ട് അവർ പറയണത് എല്ലാം തീർന്നെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഞാൻ എൻ്റെ മകൻ മാതാവിൻ്റെ മുഖത്ത് നോക്കി 4 ജപമാല ചെല്ലുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത്. ഇവർ 4ാം സ്ഥാനത്താണ് അവരുടെ സബ്ജക്റ്റിലാവും പാസ്സായിരിക്കണം ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിൽ. അമ്മ പറയണത് അവൻ 4 കൊന്ത ചെല്ലണത് കാണുന്നതാണ് എനിക്ക് അതിനേക്കാൾ സന്തോഷം നൽകുന്നതാണ്.
അതൊക്കെ അവർ പറയുമ്പോൾ ചങ്ക് പറിച്ചാ പറയണത്, അല്ല വെറുതെ ഭംഗി വാക്ക് പറയണതല്ല. അതായത് ഇന്നത്തെ കാലത്ത് എനിക്ക് മനസ്സിലായതേ, ഉള്ളവന് ശരിക്കും ഉണ്ട് ആധ്യാത്മികത. അതാണ് എനിക്ക് മനസ്സിലായത്. ഇല്ലാത്തവൻ എല്ലാവരും കെട്ട മനുഷ്യരാണെന്നുള്ള ചിന്തയിൽ അവനുള്ളതുകൂടി കളഞ്ഞുകൊണ്ടിരിക്കുകയും അങ്ങനൊരു ചതി വരുന്നുണ്ട്. ആധ്യാത്മികത ഇല്ലാത്തവൻ എല്ലാവരും കെട്ട മനുഷ്യരാണെന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ്റെ ഉള്ളത് കൂടി ഇല്ലാതിക്കൊണ്ടിരിക്കണം. പക്ഷെ അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ അടിയൊഴുക്കുകൾ ശരിക്കും നടക്കുന്നുണ്ട്. ദൈവത്തെ കണ്ടെത്തുക എന്നുള്ള കാര്യങ്ങൾ വളരെ ചുരുങ്ങിയിട്ടുണ്ട്. പല വ്യക്തികളിൽ നിന്നും നമുക്ക് തെളിച്ചം വെച്ചിരിക്കുന്നത്, തെളിമയായിട്ട് കാണുന്നത് ലോകം നശിച്ചു, എല്ലാം പാപമാണ്, പാപപങ്കിലമാണ്, പാപത്തെ ഒഴിവാക്കി ജീവിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് അവർ ചെയ്യുന്നതുകൊണ്ട് ഞാനും ചെയ്യുന്നു. അങ്ങനെയാണ് ആൾക്കാർ കോംപ്രമൈസ് ചെയ്യുന്നത് പാപത്തോടെ. അവർ ചെയ്യുന്നതുകൊണ്ട് ഞാനും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ വലിയൊരു സംഭവം ഒരു തട്ടിപ്പാണ് ശരിക്കും. എന്താ കാര്യം? നിന്നെപ്പോലെ ഒരു ഫ്രോഡിനെ യഥാർത്ഥ കൃപയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ഒരു പക്ഷേ ആധ്യാത്മിക മേഖലയിൽ ഇടപെടുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന സത്യമാണ്, വളരെ തന്ത്രപൂർവ്വമായിട്ട് ചില ആൾക്കാരെ ഒഴിവാക്കും. എന്താ കാര്യം? അവൻ അഡ്ജസ്റ്റ്മെൻറ്റിന് ആയിട്ടാണ് ദൈവം, അതായത് കുറേ തിന്മയും കുറേ നന്മയൊക്കെ ആയിട്ട് കോംപ്രമൈസ് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്. അവരോർക്കും മനുഷ്യരല്ലേ, മനുഷ്യന്മാരാകുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യും, നമ്മൾ ആരും ദൈവമല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോ തരികിട പറഞ്ഞുകൊണ്ട് ദൈവത്തിന് പണി കൊടുത്ത് ജീവിക്കുന്ന ആൾക്കാരല്ലേ. ഇത് ഫ്രോഡാണ്. അവനെ ഒഴിവാക്കാൻ വേണ്ടി ദൈവം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ തലയിൽ കൊടുക്കുന്ന എല്ലാം ഇതുപോലെയുള്ള സംഭവമായിരിക്കും. എന്താണ്? ലോകം പോയി, എല്ലാവരും പാവത്തിലാണ്, നിയമം മാത്രം ഇവിടെ നല്ലപോലെ ഒരു കാര്യമൊന്നുമില്ല. ഈ സാധനം ഇതാണ് ഓരോ മനുഷ്യനും ഈ കാലങ്ങളിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു ചതിക്കുഴി എന്ന് പറയുന്ന സംഭവം. അതുകൊണ്ട് ഈ കുഴിയിൽ ഒത്തിരി പേര് വീഴും. എന്നിട്ട് അവർ ദൈവത്തെ മറന്ന് ജീവിക്കും, ദൈവത്തെ ഒഴിവാക്കി ജീവിക്കും. അപ്പോൾ എന്നാ പറ്റും? ദൈവത്തിൻ്റെ ഒരു വംശമുണ്ട്, അത് ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട. ലൂക്കാ 12:32. ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട. ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട. എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. ആൾക്കാർ ദൈവത്തിൽ നിന്ന് ദൈവത്തിലേക്കൊക്കെ വരുന്നതും ഒക്കെ എല്ലാം ഈ അനുഗ്രഹത്തിൻ്റെ ബേസിലാണ് വരണത്. ഈ ജീവിതത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ദൈവത്തിൽ നിന്ന് നമ്മുടെ പരാധീനതകൾക്ക് ഒരു പോരായ്മക്ക് പരിഹാരം കണ്ട് എത്തുക എന്നുള്ളതല്ലാതെ അതിൽ കവിഞ്ഞ് ഒരു അജണ്ട ആർക്കും ഇല്ല. അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനാ ജീവിതം എല്ലാം ആ രീതിയിലാണ് നമ്മൾ ക്രമീകരിക്കണം. എന്തിനാണ് പ്രാർത്ഥിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ശരി പറയും, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല, എന്താ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ലെന്ന് പറഞ്ഞ ആൾക്കാർ. എന്തൊരു നോൺസെൻസാണ് ശരിക്കും പറഞ്ഞാൽ. പ്രാർത്ഥിക്കണേ എന്തിനാണ്? പ്രാർത്ഥിക്കുന്ന ഒറ്റക്കാര്യത്തിന് വേണ്ടിയാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. അപ്പം പ്രാർത്ഥനയുടെ ലക്ഷ്യം എന്താ? അനുഗ്രഹമല്ല, ഫിസിക്കൽ ഫേവേഴ്സ് അല്ല, അത് യൂസ് ആൻഡ് ത്രോ ആണ്. പിന്നെന്താണ്? അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ രാജ്യം വന്നാൽ പിന്നെ എന്താ പ്രശ്നത്തെ? അത് പിന്നെ പോകത്തില്ല. നമ്മളെല്ലാവരും ധരിച്ചിരിക്കണം ഈ ഭൂമിയിൽ ദൈവരാജ്യം എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ഭരണം. ദൈവത്തിൻ്റെ ഇഷ്ടത്തോട് നമ്മുടെ ഇഷ്ടം ചേർത്ത് വെക്കുമ്പോൾ ദൈവത്തിൻ്റെ ഭരണമായി നമ്മുടെ ജീവിതത്തിൽ. അപ്പം നമുക്ക് ദൈവത്തിൻ്റെ ഇഷ്ടത്തോട് യാതൊരുവിധ ഒബ്ജക്ഷനുമില്ല. കാര്യം നമ്മൾ ആഗ്രഹിക്കുന്നത് ദൈവം ആഗ്രഹിക്കണതിന് നമ്മൾ ആഗ്രഹിക്കണതിന് ദൈവം ആഗ്രഹിക്കണത്. അങ്ങനെ ഒരു അതിനാണ് ദൈവരാജ്യം എന്ന് നമ്മൾ പറയണത്. ഇതിൻ്റെ ഗുണമെന്ന് പറയണത്, ഈ ദൈവരാജ്യം വന്നാൽ പിന്നെ ഈ ദൈവരാജ്യത്തിലാണ് ഒരു വ്യക്തി ശരീരം ഉപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അവൻ ഈ ദൈവരാജ്യം കണ്ടിന്യൂ ചെയ്യും എപ്പോഴും. അപ്പം നമ്മൾ ചത്ത് കഴിഞ്ഞിട്ട് അവിടെ എന്തോ ഈ ഗാന്ധിയുടെ രാമരാജ്യമൊന്നുമല്ല നമ്മുടെ ദൈവരാജ്യം. ആ ദൈവസമാഗമത്തിൻ്റെ ദൈവത്തിൽ ആനന്ദിച്ച് സ്നേഹത്തിൽ സന്തോഷിച്ച് ദൈവത്തിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിച്ചുകൊണ്ട് പോകുന്ന സംഭവമാണ്.
വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. അവരുടെ വിഷയം എന്താണ്? അവരുടെ വിഷയം 100 കൊല്ലമായിട്ട് പാകുടമ്പടി ചെയ്യാത്ത 5 പുരയിടങ്ങൾ പോരെ, 5 വീട് 100 കൊല്ലമായിട്ട് പാകുടമ്പടി ചെയ്തിട്ടില്ല. അതായത് അപ്പൻ്റെ അപ്പാപ്പൻ്റെ കാലത്തുള്ള പുരയിടമാണ്, അപ്പൻ്റെ അപ്പാപ്പൻ്റെ കാലത്തുള്ള പുരയിടമാണ്. 5 വീട്ടുകാരവിടെ താമസിക്കുന്നുണ്ട്. പണ്ടത്തെ 7 രൂപ വാടകയ്ക്ക്. ആ വാടക ഇപ്പോൾ അവർ കൊടുക്കണില്ല. മനസ്സിലായോ? അതായത് അപ്പൻ്റെ അപ്പാപ്പൻ്റെ പുരയിടമാണ്, അപ്പൂപ്പൻ്റെ പുരയിടമാണ്, അപ്പൻ്റെ അപ്പൂപ്പൻ്റെ പുരയിടമാണ്. അപ്പോൾ എത്ര തലമുറയായി? 10, 70, 75 തലമുറ കഴിഞ്ഞ്, 75 വർഷം കഴിഞ്ഞ് ആ പുരയിടത്തിൽ 5 പേർ താമസിക്കുന്നുണ്ട്. ആ വീട് ആദ്യം കൊടുത്ത ആൾക്കാർക്ക് 7 രൂപ, അന്നത്തെ 7 രൂപ വാടക കൊടുത്തിരിക്കുകയാണ്. ആ വാടകക്കാർ വേറെ ആൾക്കാർക്ക് കൊടുത്തിരിക്കുകയാണ്. അവർ 7 രൂപയ്ക്ക് പകരം 7000 രൂപ മേടിക്കണുണ്ടാവും. 7 രൂപയ്ക്ക് വാടകയ്ക്ക് പകരം തിരിച്ച് വാടക വേറെ ചീട്ടെടുത്തിട്ട് 7000 രൂപ മേടിച്ചിട്ടാണ് കണ്ടവൻ്റെ പുരയിടം കൊണ്ട് അവർ ജീവിച്ചു പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും കൈമാറിപ്പോയി. ഇനിയിപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ഈ ഓരോ വീട്ടിലും ആദ്യ യഥാർത്ഥ അവകാശികൾ കയറി താമസ അവകാശം മരിച്ചു പോയിട്ട് ബാക്കിയുള്ള ഉപവകാശികളാണ് താമസിക്കുന്നത്. 12 പേരൊക്കെ വെച്ചിട്ടുണ്ട് എല്ലാ വീട്ടിലും. ഇവരുമായിട്ടുള്ള ഡിസ്കഷൻസ് എന്നൊക്കെ പറയണതേ എൻ്റെ അതേ ഓരോ ഡിസ്കഷൻ കഴിയുമ്പോഴും പിന്നെയും ആഴം കൂടണമെന്നല്ലാതെ ഒന്നും നടക്കത്തില്ല. എന്നിട്ട് ഈ വിഷയം ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ഡാൽഡിസിസ് വന്ന് ഉടമ്പടി ചെയ്യണത്. മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾ ഉടമ്പടി എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം. അവർക്ക് ആ ഉടമ്പടിയുടെ എല്ലാവിധ കപ്പാസിറ്റി ഉള്ള ആളാണ്. അവരാ ഉടമ്പടി നമ്മൾ ദൈവത്തോട് ചെയ്യല്ലേ. വിഷയം സങ്കീർണമായി, ഇതാണ് സങ്കീർണം. ഹെവി ഡ്യൂട്ടി എന്ന് ഞാൻ പറയത്തില്ലേ, ഉടമ്പടി ഹെവി ഡ്യൂട്ടി ചെയ്യുമെന്ന്. മനസ്സിലായില്ലേ? ഡ്യൂട്ടി മനസ്സിലായില്ലേ? അത് ഒരു സ്ഥലത്ത് 20 കൊല്ലം താമസിച്ച ആദ്യത്തെ വീട്ടുകാരെ തന്നെ ഇറക്കാൻ എന്ത് പാടാണ്. അപ്പോഴാണ് 100 കൊല്ലത്തെ ആൾക്കാർ വരുന്നത്. അത് ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ ദൈവം ഈ വിഷയം ഒരു 3 മാസം കൊണ്ട്, അല്ല 1 മാസം എന്നാണ് പറഞ്ഞു, 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ അതിനകത്ത് ഒരു വീട്ടുകാരൻ കുറേ ഡിസ്കഷൻ ചെയ്ത്, കാര്യം ഇത്രയും വർഷത്തെ വേരല്ല കിടക്കണത്. ആ വീട്ടുകാരൻ ഉള്ളിൽ നിന്ന് അയാൾക്ക് തോന്നി, എന്താണ് ഇത് വിലക്കെടുത്ത പ്രശ്നങ്ങളെല്ലാം തീരുവല്ല എന്ന്. പണ്ടും തോന്നിക്കാണുവേ, പക്ഷെ ഇപ്പം തോന്നുമ്പോൾ ഒരു അഭിഷേകത്തോടെയാണ് തോന്നണത്. മനസ്സിലായില്ലേ? അതായത് ഉടമ്പടി ചെയ്ത് 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ അതിലൊരു വീട്ടുകാരൻ ഈ തലമുറകൾ അത് അന്യാധീനപ്പെട്ടു പോയെന്ന് പറയത്തില്ല, വസ്തു അന്യാധീനപ്പെട്ടു പോയ വസ്തു അത് കൈവശം വെച്ചിരിക്കുന്ന ആളിൻ്റെ ഉള്ളിലെ ഒരു തോന്നലേ. എന്താ തോന്നലേ? ഇത് വിലക്ക് ചോദിച്ചാൽ എന്താണെന്ന്. അത് വിലക്ക് ചോദിച്ച് ആദ്യം തന്നെ ആ വിഷയം സെറ്റായിട്ട് ഈ അവകാശികളുണ്ട് 6 പേര് വേറെ യഥാർത്ഥ അവകാശികൾ. ആ അവകാശികൾക്ക് 6 പേർക്കും തുല്യമായിട്ട് ഇത് വിറ്റതിൻ്റെ പൈസ കിട്ടും. അങ്ങനെ 3 മാസത്തിനുള്ളിൽ 3 വീടുകളും
അവർ സ്വന്തമായിട്ട് തന്നെ തീരുമാനിച്ചിട്ട് ഇവർക്ക് തിരിച്ചു കൊടുത്തിട്ട് വിലക്കെടുക്കുകയാണ്. അവർ വിലക്കെടുത്ത് വീടുകൾ, എന്നിട്ട് ആ പണമെല്ലാം ഈ ആറ് വീട്ടുകാർക്ക് ഇപ്പോൾ ഉള്ള അവകാശികൾക്ക് എല്ലാം തുല്യ പങ്കാളിയുമായിട്ട് കൊടുക്കും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ ചേച്ചി പറയുന്നുണ്ട്, ലോകത്ത് ഉടമ്പടി അല്ലാതെ വേറെ ഒരു മാർഗ്ഗമില്ലെന്ന്. ഈ ഒരു വിഷയക്കാർ അവരെത്രയോ വർഷം, അവർക്ക് 60-65 വയസ്സുണ്ട്. അവർ കെട്ടിവന്ന കാലം പോലുള്ള പ്രശ്നങ്ങൾ ഇന്ന് ഒരിടത്തും എത്താൻ കിടക്കണ കാര്യമാണ്. അന്ന് വരെ ഇത് അതൊക്കെ മുമ്പുള്ള പ്രശ്നമാണ്. ഇവർ കെട്ടിവന്ന കാലത്തിന് ശേഷം ഇത് ഒരിടത്തും എത്തിയിട്ടില്ല. ആ വിഷയമാണ് ഇതിങ്ങനെ ഒരു പൂ നുള്ളണ പോലെ ഇങ്ങനെ എടുത്ത് എല്ലാ കോംപ്ലിക്കേഷൻ പരിഹരിക്കണത്. ചേന്ദമംഗലത്താണ് സാക്ഷി കിടക്കുന്നു, നിങ്ങൾ നോക്കണം. അത് ഞാനവിടെ എഴുതിയിട്ടുണ്ട്. പാകോടമ്പടി ചെയ്യാതെ അപ്പം മരിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ. പാകോടമ്പടി ചെയ്യാതെ അപ്പം മരിച്ച പ്രശ്നമൊന്നും അല്ല ഇതേ, അതിനേക്കാൾ ഗംഭീരമാണിത്. അതിനേക്കാൾ ഗംഭീരമാണ് കാര്യം. ഒരു കേട്ടകേൾവിയില്ലാത്ത മനുഷ്യരുടെ മേൽ അന്യാധീനപ്പെട്ടു പോയ പുരയിടവാ. കടലിൽ ഒരു മുങ്ങി പോയ പുരയിടം പൊക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ പൊക്കിയെടുക്കാൻ പറ്റണ പോലെയാണ് ഈ സംഭവം. പക്ഷേ അമ്മ കക്ഷിയാകുമ്പോൾ വിഷയം മാറും. ഇപ്പം ഞാൻ നിങ്ങളോട് ഓരോ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് ശരിയാകുമോ, ഇത് ഒക്കുമോ എന്നൊക്കെ പറയാം. പക്ഷേ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഈ വിഷയം അതിസങ്കീർണമാണോ, അത് മെറിറ്റ് കൊണ്ട് വർക്ക് ചെയ്യണതല്ല, യോഗ്യത കൊണ്ട് വർക്ക് ചെയ്യണതല്ല. പിന്നെ എന്തുകൊണ്ട് വർക്ക് ചെയ്യണതാണ്? നിങ്ങളുടെ ഗ്രേസ് കൊണ്ട് വർക്ക് ചെയ്യണതാണ്. ഈശോയുടെ ഒരു നിലപാട് എന്താണെന്നറിയാമോ? ഈ മെറിറ്റില്ലാത്തൊരു വിഷയം വന്നാൽ ഈശോ പറയും അത് ഗ്രേസിലേക്ക് കൊണ്ടുവരാൻ പറയും. ഇപ്പം നിനക്ക് ജോലിയില്ല, വീടില്ല, നിൻ്റെ വിവാഹം ഒക്കണില്ല, അപ്പം നിന്നെ രോഗം സുഖമാക്കുന്നില്ല, ഇല്ല എന്നാണ് അവസാനിക്കണമെങ്കിൽ ഇല്ല. നിന്നോട് ചോദിക്കുന്ന ക്ഷേമത്തിന് ഇല്ല എന്നാണ് ഉത്തരവെങ്കിൽ ഈശോ പറയും അത് ഗ്രേസിലേക്ക് കൊണ്ടുവരാൻ പറയും. മെറിറ്റില്ലല്ലോ അവിടെ. ഇപ്പോൾ ഉദാഹരണത്തിന് 21:5 വാശവന് യോഹന്നാൻ 21:5 ശ്രുതികട്ടെ ഹല്ലേലൂയ. അവരോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതുമുണ്ടോ? വെളുപ്പംകാലത്ത് വന്ന് കർത്താവ് ചോദിക്കുന്ന അപ്പോസ്തലന്മാർ രാത്രി മുഴുവനും കടലിൽ അധ്വാനിച്ച് മീൻ പിടിക്കാൻ പോയ ആൾക്കാരാ. പകൽ മീനില്ലാഞ്ഞിട്ടാ. ചൂടുവെള്ളം ആയിക്കഴിഞ്ഞാൽ പിന്നെ ചില സമയത്ത് ചില രാശിക്ക് മീനുണ്ടാകത്തില്ല, രാത്രി മാത്രമേ മീനുണ്ടാകത്തുള്ളൂ. കാര്യം കടലിൽ ഇപ്പോഴും അങ്ങനെയാണ്. ഈ സമയത്ത് കടലിൽ വെള്ളം ചൂടായി കഴിഞ്ഞാൽ മീൻ വരത്തില്ല. അപ്പോൾ അത് താഴെപ്പോയി നിൽക്കും. പിന്നെ സൂര്യൻ അസ്തമിച്ച് വെള്ളം തണുത്ത് കഴിയുമ്പോൾ വെള്ളമല്ല അവസാനം തണുക്കണത്. അപ്പോൾ ഒരു 9 മണിയായി കഴിയുമ്പോഴൊക്കെ വെള്ളം തണുത്ത് തീരത്തുള്ളൂ. കടലിലെ വെള്ളമാണല്ലോ ആദ്യം ചൂടാകണത്, അത് അവസാനം തണുക്കണതും വെള്ളം തന്നെ ഇരിക്കും. അപ്പം അതുകൊണ്ട് ഈ 9 മണിയാകുമ്പോഴൊക്കെ പിന്നെ വെള്ളത്തിൻ്റെ ചൂടൊന്നും കുറയത്തുള്ളൂ രാത്രി. അപ്പോഴാണ് മീൻ വരണത്. അതുകൊണ്ട് ഇവർ രാത്രി പണിക്ക് പോയിരിക്കണതിൻ്റെ കാര്യം അതാ. അപ്പോൾ അവർ പറയും രാത്രി മുഴുവനും പണി പോയിട്ട് ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല, വെളുപ്പിനെയാണ് ഈശോ വരുന്നത്. അപ്പം ചോദിക്കണത് എന്താണ്? കുഞ്ഞുങ്ങളെ നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതും ഉണ്ടോ? അതാണ് ചോദ്യം. വളരെ മാനുഷികമായൊരു ചോദ്യമാണ്. ഇപ്പം നമ്മളോട് ഈശോ ചോദിക്കുന്ന ചോദ്യമല്ലേ, നിങ്ങൾക്ക് ജോലി കിട്ടിയോ? അപ്പോൾ നിങ്ങളെന്ത് പറയും? ഇല്ലെന്ന് പറയും. ഞാൻ കുറേ ടെസ്റ്റ് എഴുതിയിട്ട് എനിക്കും കിട്ടിയില്ലെന്ന് പറയും. അല്ലേ? അതാണ് സംഭവം. അതുതന്നെ ഇത് അന്നത്തെ സാഹചര്യത്തിൽ എഴുതിയിരിക്കണതേ ഉള്ളൂ. നിങ്ങൾക്ക് കല്യാണമായോ എന്ന് ചോദിക്കുമ്പോൾ പറയും കുറേ ചെക്കന്മാരെ കണ്ടു, ഒന്നും ഒത്തില്ല, ശരിയായില്ലെന്ന് പറയും. അതാണ് ഉത്തരം. അതാണ് നിങ്ങളുടെ ഈ വചനം വായിക്കണം കേട്ടോ. അതായത് മെറിറ്റ് ശരിയായില്ലെന്ന് അതിൻ്റെ അർത്ഥം. മെറിറ്റിൽ ഒത്തില്ല. അതായത് 21:5 എന്താണ്? ഉഷസ്സായപ്പോൾ യേശു കടലിൻ്റെ കരയിൽ വന്നു നിന്നു, എന്നാൽ അത് യേശുവാണെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതും ഉണ്ടോ? ഈ ചോദ്യം ഇന്നും തുടരുകയാണ്. അപ്പോൾ നിങ്ങളോട് ചോദിക്കുക, നാളെ വീട് വെക്കണില്ലേ? വീട് വെച്ചോ? ഇല്ല. പല അപേക്ഷകളും പഞ്ചായത്തിൽ വെച്ചു, ലൈഫ് മിഷന് അപേക്ഷ വെച്ചു, ഇപ്പോഴും നമ്മുടെ അപേക്ഷ എടുത്തിട്ടില്ല. ഇല്ല എന്നാണ് വരണമെങ്കിൽ. നിങ്ങളുടെ ഈശോ ചോദിക്കുന്ന ചോദ്യത്തിന് അവർ പറയുന്നുണ്ട് ഇല്ല എന്ന്. കണ്ട,
ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. എന്നുവെച്ചാൽ മെരിറ്റിൽ നടക്കത്തില്ലെന്നതിൻ്റെ അർത്ഥം. 21:5 ഇല്ല. നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യത്തിന് ഈശോ ഇന്നും ചോദിക്കല്ലേ. അപ്പോൾ നമ്മൾ 13:8 13:8 എന്ന് വായിച്ച മക്കളെ. ഹെബ്രായർ 13:8. ശ്രുതികട്ടെ ശ്രുതികട്ടെ. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണ്. ഒന്ന് വായിച്ചേ. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണ്. മനസ്സിലായില്ലേ? ഒന്ന് പറഞ്ഞേ. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ്. അപ്പൊ ആള് മാറിയിട്ടില്ല. ഇന്നലത്തെ ആള് തന്നെയാണ് ഇന്നും ഉള്ളത്. ഇന്നലെ മീൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ച ആള് തന്നെയാണ് ഇന്ന് നിന്നോട് വീട് വെച്ചില്ലേ എന്ന് ചോദിക്കണത്. സെയിം പേഴ്സൺ. മനസ്സിലായില്ലേ? ഇന്നലെ മീൻ വല്ലതും ഉണ്ടോ, മീൻ വല്ലതും കിട്ടിയോ എന്ന് ചോദിച്ച ആൾ തന്നെയാണ് നിന്നോട് കല്യാണം ഒത്തില്ലേ എന്ന് ചോദിക്കണത്. ആ കാര്യം എന്താണ്? ഹെബ്രായർ 13:8 അതിൻ്റെ വചനം. എന്താണ്? യേശുക്രിസ്തു പറഞ്ഞേ. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും ഒരാൾ തന്നെ. എന്നാ ഇല്ല എന്ന് അവർ മറുപടി പറഞ്ഞു. അപ്പോൾ അവനെന്ത് പറഞ്ഞു? ഇനി വള്ളത്തിൻ്റെ വലതുവശത്തേക്ക് വലയിടുക. അപ്പം ദൈവത്തിൻ്റെ പക്ഷം ചേർന്ന് ബൈബിൾ എപ്പോഴും ഇടതുവശവും വലതുവശവും പറയണത് ദൈവത്തിന് ഇടതുവശം വലതുവശം ഉള്ളത് കൊണ്ടല്ല, നന്മയുടെ പക്ഷമാണ്. ഇപ്പം മനുഷ്യപുത്രൻ തൻ്റെ മാലാഖമാരുടെ കൂടെ സന്നിധാനത്തിൽ പിതാവിൻ്റെ വലതുവശത്ത് ഉപേക്ഷനാവെന്ന് പറഞ്ഞില്ലേ? അപ്പം പിതാവിന് വലതുവശം ഇടതുവശം ഉണ്ടായിട്ടല്ല, അത് നന്മയുടെ പക്ഷം എന്നുള്ള ഉദ്ദേശത്തിലാണ് അത് പറയണത്. എന്നുവെച്ചാൽ എന്നിട്ട് പറയും വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിടുക, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെറിറ്റിന് ഇവിടെ ഇടതുവശം എന്നാണ് കണക്കാക്കണം. മനസ്സിലായില്ലേ? യോഗ്യതയ്ക്ക് ഇടതുവശവും വരപ്രസാദത്തിന് വലതുവശവുമാണ് പറയണത്. അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരെ എല്ലാവരും വിളിച്ച് പറഞ്ഞത്, നമ്മുടെ PF-ൻ്റെ ഇത് അപ്രൂവലായിട്ടുണ്ട്, നിങ്ങളെല്ലാവരും അപ്ലോഡ് ചെയ്തോ, നമുക്ക് ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് പൈസ വിഡ്രോ ചെയ്യാമെന്ന് പറഞ്ഞു. അത് അങ്ങനെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ നമുക്ക് PF എനിക്ക് വിഡ്രോ ചെയ്യാൻ പറ്റി. അതുകൂടാതെ എനിക്ക് എന്ത് കഴിച്ചാലും അസിഡിറ്റി പ്രോബ്ലം ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 2 കൊല്ലത്തോളമായി എനിക്ക് ഈ അസിഡിറ്റി, എന്ത് കഴിച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ പുളിച്ച് തികട്ടി വന്ന് ഛർദ്ദിക്കണം, അല്ലെങ്കിൽ പാൻഡോസിൽ കഴിച്ചുകൊണ്ടിരിക്കണം. ഞാൻ എന്ത് കഴിച്ചാലും അതിൻ്റെ പുറകെ പാൻഡോസിൽ കഴിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം ഉടമ്പടി ധ്യാനത്തിൻ്റെ സമയത്ത്, ഉടമ്പടി ധ്യാനത്തിൻ്റെ അല്ല, ഒരു സാക്ഷ്യം ഞാൻ കേൾക്കുന്നു. ഈ ഉടമ്പടി നേർച്ച വസ്തുക്കൾ കഴിച്ചിട്ട് അവരുടെ വയറ്റിലെ അസുഖങ്ങളൊക്കെ മാറി. അപ്പം ഞാൻ വിചാരിച്ചു, ഈ എൻ്റെ കയ്യിലല്ലേ ഉപ്പിരിക്കുന്നത്, പിന്നെ എന്തിനാണ് നമ്മൾ വേറെ പാൻഡോസിൽ കഴിക്കുന്നത്? ഞാൻ ഇങ്ങനെ ഇതിന് ശേഷം ഈ പാൻഡോസിലിന് പകരം ശകലിച്ച ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി കഴിക്കാൻ തുടങ്ങി. കഴിക്കാൻ തുടങ്ങിയ സമയത്ത് ഏകദേശം ഒരാഴ്ച കൊണ്ട് എൻ്റെ ഈ അസിഡിറ്റിയുടെ പ്രോബ്ലം മാറുകയും പിന്നീട് ഇതുവരെ എനിക്ക് പാൻഡോസിൽ കഴിക്കേണ്ട ഒരു ആവശ്യവും വന്നിട്ടില്ല. പിന്നെ ഇതുകൂടാതെ എൻ്റെ അമ്മയുടെ ഒരു സാക്ഷ്യമുണ്ട്. അമ്മ ഈ 2018 ഇവിടെ ഉടമ്പടി എടുത്തതാണ്. ഉടമ്പടി എടുത്ത സമയത്ത് അമ്മയ്ക്ക് ഈ മുട്ടിന് തേയ്മാനം ഉള്ളതുകൊണ്ട് മുട്ടിന് ഭയങ്കര വേദനയായിരുന്നു. അത് ഉടമ്പടി തൈലം തൂത്ത് അമ്മയുടെ ഇപ്പോൾ ആ മുട്ടിൻ്റെ വേദന കംപ്ലീറ്റ് ആയിട്ട് മാറി. കാര്യം അമ്മ ഒരിക്കൽ സാക്ഷ്യം പറയാൻ ഇവിടെ വന്നപ്പോൾ ഈ ഒരു സാക്ഷ്യം ഉള്ളതുകൊണ്ട് സാക്ഷ്യം പറയാൻ പറ്റിയില്ല. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവ് വഴി ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ദൈവത്തിന് 1000 നന്ദിയുണ്ട്. എൻ്റെ പേര് ഡെയ്സി ബാബു എന്നാണ്. ഞാൻ വരുന്നത് ഇറമ്പയം വെള്ളൂർ എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉടമ്പടി എടുത്തായിരുന്നു. വരാൻ എനിക്ക് സാധിച്ചിരുന്നില്ല. പിന്നെ ഞാൻ രണ്ടാമത് വന്ന് ഉടമ്പടി പുതുക്കുകയായിരുന്നു. എൻ്റെ കാലിന് തേയ്മാനം വന്നിട്ട് അസ്ഥികളെല്ലാം വിട്ട പോലെയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വളരെയേറെ വിഷമത്തോടു കൂടെ
വീട്ടിൽ കിടക്കുകയായിരുന്നു. കിടന്നിട്ട് തലോണം വെച്ച് കാല് മേലിൽ വെച്ച് കിടക്കുന്ന അവസ്ഥയായിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ അവിടെ കിടന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ അടുത്ത വീട്ടിലെ കൊച്ചെന്നോട് പറഞ്ഞു, ചേച്ചി പ്രാർത്ഥിച്ചാൽ മതി, മാതാവിൻ്റെ വെളിച്ചെണ്ണ കാലേ തൂത്തോ, എന്നിട്ട് ഉപ്പും തിന്നോ, അപ്പോൾ ഒരു കുഴപ്പവും ചേച്ചിക്ക് പറ്റില്ല, ചേച്ചിക്ക് എണീറ്റ് നടക്കാൻ സാധിക്കും, വിഷമിക്കേണ്ട, കരയേണ്ട എന്നൊക്കെ പറഞ്ഞ് ആ കൊച്ചെന്നോട് പറഞ്ഞിട്ട് പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ ഞാനിത് എണീറ്റ് പോയി എനിക്കൊന്ന് കുളിക്കാനോ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനോ വീട്ടിലുള്ള കാര്യങ്ങൾ ചെയ്യാനോ വീട്ടിലാരുമില്ല, ഒരാൺകൊച്ചും ഭർത്താവും മാത്രമേ എനിക്കുള്ളൂ. മകളുണ്ടായി, അതിൻ്റെ വിവാഹം നടത്തി. പിന്നെ എനിക്ക് ആരും ചെയ്തു തരാൻ പോലും ആരുമില്ലാത്ത അവസ്ഥയിൽ ഞാൻ വിഷമിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് രണ്ടാമത്തത് എൻ്റെ മകളുടെ വിവാഹം. വീട്ടിൽ ഒറ്റ പൈസയില്ല, ഭർത്താവ് മദ്യപിക്കുകയും പൈസ ഒന്നും തന്നെ വീട്ടിൽ തരികയില്ല, കടബാധ്യത കാര്യമായി തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് ഈ അവസ്ഥകളെല്ലാം പ്രാർത്ഥിച്ചു. കുറേ നിരാശനായി. പിന്നെയും തോന്നും, വേണ്ട, ഞാൻ വേണ്ടാത്തതൊന്നും ചെയ്യണ്ട, എൻ്റെ കൂടെ മാതാവുണ്ട്, എന്നെ കൈവിടില്ല. ഞാൻ എപ്പോഴും മാതാവിനോട് തന്നെ പ്രാർത്ഥിച്ചു. എനിക്ക് ജീവൻ തന്ന ദൈവത്തിന് ഇത് എടുക്കുവാനും എനിക്ക് തിരിച്ച് നടക്കുവാനും കഴിയുമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. യാക്കോവ് എൻ്റെ സുശേഷം ഞാൻ വായിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ എനിക്കത് സുഖം പ്രാപിക്കാൻ സാധിച്ചു തുടങ്ങി. നിൻ്റെ രോഗങ്ങൾ നിന്നെ സുഖപ്പെടുത്തുമെന്നുള്ള വചനം ഞാൻ വായിച്ചു. സങ്കീർത്തനം 38 വായിച്ചിരുന്നു. അപ്പോഴും നിന്നെ രക്ഷിക്കുന്നതായി ഞാൻ കണ്ടു. എനിക്ക് ആശ്വാസമായി, മാതാവേ ഞാൻ എണീറ്റാൽ ആ നിമിഷം എൻ്റെ മാതാവിൻ്റെ ആൾത്താരയിൽ വന്ന് ഞാൻ പറയും, എൻ്റെ കാലിൻ്റെ അസുഖങ്ങളെല്ലാം മാറി ഞാൻ വരുമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ എൻ്റെ മകളുടെ വിവാഹം 2 ലക്ഷം രൂപ മാത്രമേ എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. ഈ കല്യാണം നടക്കാനായിട്ട് എന്നെ കൊണ്ട് കഴിയില്ലല്ലോ മാതാവേ, ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് കരയുണ്ടായിരുന്നു. വളരെയേറെ കരച്ചിലും. 2 മണി 1 മണിയായി എനിക്ക് ഉറക്കം വരാറില്ല. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, മാതാവേ, ദിവസങ്ങൾ ഓരോന്ന് അടുത്ത് വരുമ്പോഴും പറയും, മാതാവേ ഇത് ഭക്ഷണം വാങ്ങാനോ മറ്റുള്ളവരെ വിളിച്ചാലോ എനിക്കിത് കൊടുക്കാനോ നിർവഹിക്കാൻ കഴിവില്ലെന്ന് ഞാൻ പറയുമായിരുന്നു.